ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ബുദ്ധമതത്തിന്റെ ചരിത്രമാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ബുദ്ധമതത്തിന്റെ ചരിത്രം ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. പുരാതന ഇന്ത്യയിൽ പുരാതന മഗധ രാജ്യത്തിലും പരിസരത്തും ബുദ്ധമതം ഉത്ഭവിച്ചു. ഇത് സന്യാസിയായിരുന്ന സിദ്ധാർത്ഥ ഗൗതമന്റെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് മധ്യകിഴക്ക് തെക്കു കിഴക്കൻ ഏഷ്യയിലുടനീളം വ്യാപിച്ചതോടെയാണ് ഈ മതം വികസിച്ചത്. ഒരു സമയത്ത് അത് ഏഷ്യയുടെ ഭൂരിഭാഗവും സ്വാധീനിച്ചു. മഹായാനമെന്നും ബോധിസത്യാനമെന്നും അറിയപ്പെട്ട ബുദ്ധമത പ്രസ്ഥാനം BC 15-നും AD 100-നും ഇടയിൽ ആരംഭിച്ചു. ബുദ്ധന്റെ ജീവിതകാലം മുതൽ വടക്കേ ഇന്ത്യക്ക് പുറത്ത് ബുദ്ധമതം വ്യാപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള ബുദ്ധമത സമൂഹം മറാത്തി ബുദ്ധമതക്കാരാണ്. ഇന്ത്യൻ ബുദ്ധമതക്കാർ നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. ബുദ്ധൻ ഒരു പിൻഗാമിയെയും നിയമിച്ചില്ല. താൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മോചനത്തിനായി പ്രവർത്തിക്കാൻ തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ വാമൊഴി പാരമ്പര്യങ്ങളിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ബുദ്ധമത സിദ്ധാന്തങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യങ്ങളിൽ സമവായത്തിലെത്തുന്നതിനായി സംഘം നിരവധി ബുദ്ധമത സമിതികൾ നടത്തി. ഇന്ത്യക്ക് പുറത്ത് അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ബുദ്ധമതം വ്യാപിപ്പിക്കുന്നതിന് ധർമ്മഗുപ്തൻ മറ്റേതൊരു വിഭാഗത്തെക്കാളും കൂടുതൽ പരിശ്രമം നടത്തി. അതിൽ അവർക്ക് വലിയ വിജയവും ലഭിച്ചു. അതിനാൽ ചൈനയിൽ നിന്ന് ബുദ്ധമതം സ്വീകരിച്ച മിക്ക രാജ്യങ്ങളും ധർമ്മഗുപ്തക വിനയവും ഭിക്ഷുക്കൾക്ക് വേണ്ടിയുള്ള സന്യാസ്യ പാരമ്പര്യവും സ്വീകരിച്ചു. അതേസമയം കേരളത്തിൽ ബുദ്ധമതം ഏതാണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും പുരാതന കാലത്ത് കേരളത്തിന് ശക്തമായ ബുദ്ധമത സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് അതിന്റെ സാംസ്കാരിക സ്വാധീനം ഇപ്പോഴും കേരള സംസ്കാരത്തിൽ കാണാൻ കഴിയുമെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ബുദ്ധമതം അതിന്റെ ശൈശവാവസ്ഥയിൽ കേരളത്തിൽ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധ സന്യാസിമാർ കേരളത്തിൽ വന്നതായി ചരിത്രപരമായ തെളിവുകളുണ്ട്. വിക്രമാദിത്യ രാജാവിന്റെ കാലത്ത് ഒരുപാട് ബുദ്ധമത വിശ്വാസികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.